മുൻസീറ്റ് യാത്ര സ്ഥിരമാക്കിയ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ സ്ഥാനമേൽക്കുന്നതോടെ ക്യാപ്റ്റൻ സീറ്റിലേക്ക് മാറുമോ? എപ്പോഴും യാത്രയിൽ മുൻസീറ്റ് മാത്രം ഉപയോഗിക്കുന്ന വി.ഡിക്ക് പതിവ് തുടരാൻ സുരക്ഷാ നിയമങ്ങൾ അനുവദിക്കുമോ എന്ന് പരിശോധിക്കാം. ഔദ്യോഗിക വാഹനത്തിന്റെ മുൻസീറ്റിൽ മുഖ്യമന്ത്രി ഇരിക്കരുതെന്ന് നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ ഒന്നും തന്നെയില്ല. മുഖ്യമന്ത്രിയാകുന്നതോടെ സി കാറ്റഗറി സുരക്ഷയ്ക്ക് വി.ഡി. സതീശൻ അർഹനാകും. എന്നാൽ VVIP സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുശാസിക്കുന്ന ബ്ലൂ ബുക്കിലെ സുരക്ഷാ പ്രോട്ടോകോളുടെ ലംഘനമായിരിക്കും മുൻസീറ്റ് യാത്ര. മുഖ്യമന്ത്രി മുൻസീറ്റ് തെരഞ്ഞെടുക്കുന്നതിലെ പ്രശ്നങ്ങൾ. ഗൺമാന്റെ സീറ്റ്. മുഖ്യമന്ത്രിക്കുള്ള VVIP പ്രോട്ടോകോൾ അനുസരിച്ച് മുൻസീറ്റിൽ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗൺമാൻ എന്നിവരാണ് ഇരിക്കുക. ഇത് റോഡ് സ്കാൻ ചെയ്യാനും പൈലറ്റ് വാഹനവുമായി കോർഡിനേറ്റ് ചെയ്യാനും സുരക്ഷാ ഭീഷണികളോട് ഉടനടി പ്രതികരിക്കാനും വേണ്ടിയാണ്. ഈ സീറ്റിൽ മുഖ്യമന്ത്രി ഇരുന്നാൽ ഗൺമാൻ പിറകിലിരിക്കേണ്ടി വരും. ഇത് കാഴ്ചയെയും പ്രതികരണ സമയത്തെയും ബാധിക്കും. അപകട സാധ്യതകൾ. ഒരു കാറിന്റെ പിൻസീറ്റ് അതായത് ക്യാപ്റ്റൻ സീറ്റ്, പ്രത്യേകിച്ചും പിറകിലെ ഇടത് സീറ്റ് കൂടുതൽ സുരക്ഷിതമായാണ് കണക്കാക്കപ്പെടുന്നത്. കണക്കുകൾ പ്രകാരം മുൻസീറ്റിലെ സ്ഥാനം റോഡ് അപകടങ്ങളിൽ കൂടുതൽ പരിക്കേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. കാറിന് മുന്നിലെ വലിയ ഗ്ലാസ് വിൻഷീൽഡിലൂടെ CM പുറത്തുള്ളവർക്ക് ദൃശ്യമാകും. ഇത് പ്രൊജക്ടൈൽ അല്ലെങ്കിൽ സ്നൈപ്പർ ഭീഷണികളിലും അപകട സാധ്യത വർദ്ധിപ്പിക്കും. എയർ ബാഗ്. VVIP വാഹനങ്ങളിലെ എയർ ബാഗ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാണ്. പെട്ടെന്നുണ്ടാകുന്ന സുരക്ഷാ സാഹചര്യങ്ങളിൽ ശക്തിയോടെ അത് തുറന്നു വരും. പരിശീലനം ലഭിച്ച സുരക്ഷാ പ്രൊഫഷണൽ അല്ലാത്തൊരു യാത്രക്കാരന് അത് പരിക്കേൽപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അഥവാ മുൻസീറ്റ് തന്നെ വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. മുൻസീറ്റിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ പുറത്തേക്ക് കൃത്യമായി കാണാത്ത വിധം മുന്നിലുള്ള പൈലറ്റ് വാഹനം ഔദ്യോഗിക വാഹനത്തോട് ചേർന്ന് സഞ്ചരിക്കണം. ഔദ്യോഗിക വാഹനത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് വേഗതയും ക്രമീകരിക്കണം. എസ്കോർട്ട് വാഹനങ്ങളെല്ലാം ഇത്തരത്തിൽ വേഗവും അകലവും ക്രമീകരിക്കണം.